ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ കഴിഞ്ഞ 60 വർഷമായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയായിരുന്നു. വിജ്ഞാനവും വിശുദ്ധിയും നേടുവാനുള്ള ഒരു വാതായനമായി ഈ കലാലയം 1954 രൂപം കൊണ്ടു. കനോഷ്യൻ സന്യാസിനികളുടെ നേതൃത്വത്തിലുള്ള ഈ കലാലയത്തിൽ ആദ്യകാല പ്രിൻസിപ്പളായിരുന്ന മദർ ഫെർണാണ്ട റീവ ഇന്ന് വിശുദ്ധരുടെ പദവിയിലേക്കുള്ള വഴിയിലാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം എല്ലാ തുറയിലും അഭിവൃദ്ധി നേടുവാനായി ബൗദ്ധികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ആധ്യാത്മിക ഉണർവിനും സമൂഹത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുന്നതിനും വേണ്ട വിദ്യാഭ്യാസം നൽകുവാൻ ഈ കലാലയം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ ബോട്ടണി 2ാം വർഷ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ. കഴിഞ്ഞ 15 വർഷമായി പഠനത്തിനോടൊപ്പം തന്നെ ഗവേഷണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞങ്ങൾ ഈയിടെ നടത്തിയ എഫക്റ്റ് ഓഫ് സൈനോ ബാക്ടീരിയ ഓൺ പാരി ഗ്രോത്ത് ആൻഡ് കൾട്ടിവേഷൻ എന്ന റിസർച്ച് പ്രോജക്റ്റും കൂടാതെ എയ്ട്രി എന്നൊരു ഓർഗനൈസേഷനുമായി ഞങ്ങൾ ചേർന്ന് നടത്തിയ വേമ്പനാട്ട് കായലിലെ മത്സ്യസമ്പത്തിനെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന റിസോർട്ടുകളുടെ ദൂഷ്യഫലങ്ങൾ വേമ്പനാട്ട് കായലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നടത്തിയ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു നേട്ടം തന്നെയാണ്. കൂടാതെ സെയിൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ എൻവയൺമെൻറ്റൽ ക്ലബിന് കീഴിലുള്ള 3 ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വെറ്റ്ലാൻഡ് ക്ലബ്, നേച്ചർ ക്ലബ്, ഭൂമിത്ര സേന ക്ലബ്. ഇവ 3ഉം തന്നെ പ്രകൃതി സംരക്ഷണത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനങ്ങളും സെമിനാറുകളും കാഴ്ചവെക്കാറുണ്ട്. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റും എൻവയൺമെൻറ്റൽ ക്ലബും സംയുക്തമായി ആലപ്പുഴ വാട കനാലിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ആലപ്പുഴയിലെ ആദ്യത്തെ വനിതാ പാർക്കായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംരംഭം കൂടിയാണിത്. ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ ഇംഗ്ലീഷ് ഭാഷാ വിഭാഗം 1954 മുതൽ BA ഇംഗ്ലീഷും 99 മുതൽ PGയും അടുത്ത വർഷം BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും നടത്തുന്നു. റിസർച്ച്, കൺസൾട്ടൻസി, പേപ്പർ പ്രസൻറ്റേഷൻസ്, പബ്ലിക്കേഷൻസ് എന്നിവയോടൊപ്പം ക്യാമ്പസ് ടു കമ്മ്യൂണിറ്റി എന്ന ആശയം പ്രാവർത്തികമാക്കാനായി പുറത്ത് ഡയസീസിൻ്റെ അൺഎയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ടീച്ചേഴ്സിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസ് നടത്തുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നടത്തിയ അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 2 ബാച്ച് റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ഇവിടെ നടത്തിയിരുന്നു. കോഴിക്കോട് മുതൽ കൊല്ലം വരെ 13 വ്യത്യസ്ത കോളേജുകളിൽ നിന്നുള്ള വനിതാ വിദ്യാർത്ഥിനികൾ ഇവിടെ താമസിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. സ്റ്റുഡൻറ്റ് ക്രിയേറ്റിവിറ്റി ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ടാലൻസ് എൻകറേജ് ചെയ്യാനായി ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് പോയംസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചരിത്രവും നമുക്കുണ്ട്. മാനുസ്ക്രിപ്റ്റ് മാഗസീൻസ് ഇവിടെ അവാന്ത് ഗാർഡ് എന്ന പേരിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോലും ഒരു ഡ്രാമ പഠിപ്പിക്കുമ്പോൾ ഡ്രാമാസ് മെന്റ് ടു ബി പെർഫോംഡ് എന്ന് പറയുന്നതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന 1 ആക്ട് പ്ലേ, ടെക്സ്റ്റ് ബേസ്ഡ് 1 ആക്ട് പ്ലേ നമുക്കിവിടെ കാണാൻ കഴിയും. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥിനികളാണ്. ഒരുപാട് പരിപാടികൾ എല്ലാ വർഷവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്താറുണ്ട്. അതുപോലെ ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഞങ്ങളുടെ അടുത്തുള്ള കോളേജിൻ്റെ അടുത്തുള്ള വിവിധ കടകളിൽ എങ്ങനെ മാലിന്യം സംസ്കരിക്കാം എന്നുള്ളത് അവരെ ബോധപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരു ലീഫ്ലെറ്റ് വിതരണമാണ് ഇന്നിവിടെ നടത്തിയത്. അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് എല്ലാ വർഷവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ ഒരു ഫിഷ് കൾച്ചറും കോളേജിൻ്റെ മുകളിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ
ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താറുണ്ട്, ആൻറ്റി ഡ്രഗ്സിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് പല കോളേജുകളിലും സ്കൂളുകളിലും പോകാറുണ്ട്. എല്ലാ വർഷവും ടാലൻറ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ ഒരു എക്സിബിഷൻ തന്നെ നടത്താറുണ്ട്. ഞങ്ങളുടെ മ്യൂസിയവും വെയിൽ ഹൗസും എല്ലാം ടാലൻറ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത് അവൻ്റെ ഭാഷ സ്വായത്തമാക്കാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ്സ് എന്ന ഞങ്ങളുടെ കലാലയത്തെ മറ്റു കലാലയങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത് ഞങ്ങളുടെ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഒട്ടനവധി സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. ഹിന്ദി, ഫ്രഞ്ച്, മലയാളം എന്നീ ഭാഷകളിൽ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന പരിപാടികളിൽ പ്രമുഖമായത് സെമിനാറുകൾ, കാലികമായ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, കലാരൂപങ്ങളുടെ വേദിയിലെ അരങ്ങേറ്റങ്ങൾ, അങ്ങനെ ഒട്ടനവധി എണ്ണമറ്റ സംഖ്യം പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ നടത്തി വരുന്നു. അതുപോലെ തന്നെ കോളേജിൻ്റെ ഏറ്റവും പ്രമുഖമായ സംഭാവന, കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന മികച്ച പ്രമുഖരെ പലരെയും ഞങ്ങളുടെ ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സമൂഹത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ഫിസിക്സ് വിഭാഗക്കാരായ ഞങ്ങൾ കുട്ടികളുടെ പഠനത്തിലുപരിയായി പാഠ്യേതര വിഷയങ്ങൾക്കും അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സയൻസ് ക്ലബ്ബും കമ്പ്യൂട്ടർ ക്ലബ്ബും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സയൻസ് ക്ലബ്ബിൽ വഴിയായി കുട്ടികൾക്ക് ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും അതുപോലെ ടെലസ്കോപ്പ് മേക്കിങ്, സ്റ്റാർ വാച്ചിങ് ഇവയൊക്കെ നടത്തി വരുന്നു. കമ്പ്യൂട്ടർ ക്ലബ്ബിലൂടെ ആണെങ്കിൽ കുട്ടികൾക്ക് ഈ ഗവേണൻസ് എന്നുള്ള ഒരു വർക്ക്ഷോപ്പിലൂടെ ആധുനികമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അത് മറ്റു കുട്ടികൾക്കും മറ്റു ഡിസിപ്ലിനിലുള്ള കുട്ടികൾക്കും അതുപോലെ കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ എന്നിവ വഴിയായി പുറത്തുള്ള വീട്ടമ്മമാർക്കും അതിൻ്റെ പ്രയോജനം ഇവിടുത്തെ കുട്ടികൾ വഴിയായി കൊടുക്കുന്നുണ്ട്. യുവത്വത്തിൽ തന്നെ യേശുവിനെ അറിയുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഈ കലാലയത്തിൽ ജീസസ് യൂത്ത് ആരംഭിച്ചു. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ പോയി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പരിചരണം നൽകി വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ചെറിയ ധനസഹായം നൽകി വരികയും ചെയ്യുന്നു. ജീസസ് യൂത്തിനെ പോലെ തന്നെ വിൻസെൻ്റ് പോളും ഈ കോളേജിൽ സജീവമായി പ്രവർത്തിക്കുന്നു. കനോസായിലെ വിശുദ്ധ മാഗ്ദലിൻ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം വ്യക്തികളുടെ ഹൃദയ രൂപീകരണമാണ്. അതുവഴി സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് കാര്യക്ഷമവും ഫലപ്രദവുമായ സംഭാവനകൾ നൽകുവാൻ പ്രാപ്തരായ വനിതകളെ സഭയ്ക്കും സമൂഹത്തിനും പ്രദാനം ചെയ്യുക എന്നതാണ്. ഞങ്ങളുടെ ഈ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ 4 സബ്ജക്റ്റിന് കെമിസ്ട്രി സബ്സിഡിയറി ആയിട്ടുണ്ട്. സാധാരണ കുട്ടികൾക്ക് കെമിസ്ട്രി ഇച്ചിരി ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എന്നാൽ കൂടിയും ഇത് ജീവിതഗന്ധിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ടീച്ചിങ്
ഞങ്ങളെ സമൂഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കെമിസ്ട്രിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി വാട്ടർ അനാലിസിസ് എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. ആലപ്പുഴയിലെ കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഡെൻ്റൽ ഫ്ലൂറോസിസ്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ പുറത്തുള്ള സ്കൂളുകളിൽ ഒരു സർവേ നടത്തി 30-40% വരെ കുട്ടികളിൽ ഈ അസുഖം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ഞങ്ങളൊരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി, ഒരു പ്രോജക്റ്റ് ഞങ്ങളെടുത്തു. ഒരു ഗവൺമെൻറ് ഏജൻസി CCDU, ജലവിഭവ വകുപ്പിൻ്റെ CCDU എന്ന് പറയുന്ന ആ ഏജൻസിയുമായിട്ട് കൊളാബറേഷനിൽ അവർ വാട്ടർ അനാലിസിസ് ചെയ്യാനുള്ള കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് ഞങ്ങളിവിടെ വാട്ടർ സാമ്പിൾസ് അനലൈസ് ചെയ്ത് കൊടുക്കുന്നു. അതിനകത്തുള്ള ഫ്ലൂറൈഡ് കണ്ടൻ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നടത്തുന്ന എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്. സെൻറ്റ് ജോസഫ് കോളേജിലെ ബാസ്കറ്റ്ബോൾ താരങ്ങളാണ് ഞങ്ങൾ ആദ്യമേ തന്നെ നന്ദി പറയുന്നത് ഞങ്ങളുടെ സിസ്റ്റർ ജാനറ്റിനോടാണ്, അതുപോലെ തന്നെ കോളേജിലെ മാനേജ്മെൻറ്റിനോടും. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന കാര്യം, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ടീമിലെ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ. 7 പേർക്ക് നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ അർഹരായി. അതുപോലെ തന്നെ വുമൻസ് കോളേജിലെ ടൂർണമെൻറ്റിൽ വിൻ ചെയ്തു. 2 പേർക്ക് നാഷണൽ ടീമിൽ അർഹരായി. ഞങ്ങളുടെ കോളേജിൽ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നോളം വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഞങ്ങൾ ക്ലാസ് എടുത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ 10ലേറെ വർഷങ്ങളായി ഞങ്ങൾക്ക് 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളും ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളുമായിട്ട് വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യാറുള്ളത്. കോളേജിനടുത്തുള്ള സെൻറ്റ് ആൻ്റണീസ് ഓർഫനേജിൽ കുട്ടികൾക്കായി ഞങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട്. വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുള്ള സമയത്താണ് ഞങ്ങൾ ഇതിനായി വിനിയോഗിക്കുന്നത്. സെൻറ്റ് ജോസഫ്സ് കോളേജിൽ കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ 4 അധ്യാപകരും ഞങ്ങളുടെ കുട്ടികളുടെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളാലാകും വിധം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശ്രമത്തിന് ദൈവാനുഗ്രഹം എന്ന രീതിയിൽ ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് പാസ്സായി. കേരള യൂണിവേഴ്സിറ്റിയിൽ 100-ൽ പരം കോളേജുകൾ ഉള്ളപ്പോഴാണ് ചരിത്ര വിദ്യാർത്ഥിനിയായ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ നെസിയ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്. കൂടാതെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ നാടിൻ്റെ വഴിയെ എന്ന ഒരു ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തു. ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനെ അഡോപ്റ്റ് ചെയ്യുകയും ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുടെ ചരിത്ര വിഭാഗം വിദ്യാർത്ഥിനികൾ എല്ലാ നല്ല ദിവസങ്ങളിലും, ഓണം, ക്രിസ്മസ്, റീഡിംഗ് വീക്ക് സെലിബ്രേഷൻ ചെയ്യുന്ന ദിവസങ്ങളിൽ എല്ലാം അവിടെ പോയി ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും ക്വിസ് കോമ്പറ്റീഷൻ, സിംഗിങ് കോമ്പറ്റീഷൻ, അങ്ങനെ കൊച്ചു മത്സരങ്ങൾ നടത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള അറിവ് നൽകി അവർക്കതിനുള്ള സമ്മാനങ്ങളും നൽകാറുണ്ട്. സെൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വുമണിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഐക്കഫ്. ഈ സംഘടനയിൽ കോളേജിലെ അക്രൈസ്തവരും ക്രൈസ്തവരായ എല്ലാ വിദ്യാർത്ഥികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്.
ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന നിർധനരായ രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും ഭക്ഷണപ്പൊതികൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ പഠനത്തോടൊപ്പം കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഇത് ഞങ്ങളെ സഹായിക്കാറുണ്ട്. ഐക്കഫിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ അവർക്കായി നൽകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മഴക്കെടുതിയിൽ തീരദേശ മേഖലയിലെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ആയിരത്തി 1995 സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് എന്ന് പറയുന്ന ഒരു പഠന വിഭാഗം രൂപം കൊള്ളുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം BCom CBCSS ഫിനാൻസ് സ്ട്രീമിലുള്ള ടാക്സേഷൻ ഇലക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഇത് കൂടാതെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കരിയർ ഓറിയൻറ്റഡ് ആഡ് ഓൺ പ്രോഗ്രാം ഗ്ലോബൽ മാനേജറിയൽ സ്കിൽസ്, കുട്ടികൾക്ക് വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഇതിനോടൊപ്പം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ തന്നെയുള്ള ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്. ഇത് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററും സംയുക്തമായി ചേർന്ന് ഞങ്ങളുടെ കലാലയത്തിലെ ചെറുപ്പക്കാരായ പെൺകുട്ടികളിൽ വ്യാവസായിക സംരംഭകത്വ ശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ED ക്ലബ്, അത് നേതൃത്വം നൽകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് ആണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അക്കാഡമിക് പ്രോഗ്രാമിന് ഉപരിയായിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന കരിയർ ഓറിയൻറ്റഡ് ഇതിനാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ കൊടുക്കുക, പേരൻസിനും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക, മറ്റ് പ്രൊഫഷണലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ MBA ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ICAA ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായി സഹകരിച്ച് കുട്ടികൾക്ക് വേണ്ടുന്ന സംയുക്ത പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ദിശ എന്നാണ് ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ പേര്. കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും വിദ്യാർത്ഥിനികളുടെയും സഹകരണത്തോടു കൂടി നാളിതുവരെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദിശയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ എപ്പോഴും ദിശ പരിശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡൽഹി സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആലപ്പുഴ നഗരത്തിൽ കൂടി ഞങ്ങൾ മൗനജാഥ നടത്തി. ഓണം, ക്രിസ്മസ്, കേരളപ്പിറവി, വിമൻസ് ഡേ തുടങ്ങിയ എല്ലാവിധ ആഘോഷ പരിപാടികളും ഏറ്റവും നല്ല രീതിയിൽ യൂണിയൻകാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം യൂണിയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നേട്ടം എന്ന് പറയുന്നത് NAC അക്രഡിറ്റേഷൻ വഴി കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു A ഗ്രേഡ് കോളേജായി ഞങ്ങളുടെ ഈ കോളേജിനെ ഉയർത്തി എന്നുള്ളതാണ്. സംഗീത അഭിരുചിയുള്ള വിദ്യാർത്ഥിനികളെ കണ്ടെത്തി ധ്വനി എന്ന പേരിൽ മ്യൂസിക് ബാൻഡ് രൂപീകരിക്കുവാൻ ദിശയ്ക്ക് സാധിച്ചു എന്നത് ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ്. കൂടാതെ യൂണിവേഴ്സിറ്റി തല മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുവാനും സമ്മാനങ്ങൾ നേടിയെടുക്കുവാനും ദിശയുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ NSS യൂണിറ്റ് കുറച്ച് വർഷങ്ങളായി സമൂഹത്തിന് വേണ്ടി സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2013 കോളേജിൻ്റെ ക്യാമ്പ് എവിടെ സംഘടിപ്പിക്കുമെന്നതിനെ പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു പ്രിൻസിപ്പളുമായി. ചർച്ചയുടെ ഭാഗമായി പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചതിന് പ്രകാരം ആലപ്പുഴയിലെ വഴിച്ചേരി മാർക്കറ്റ് വാർഡിലെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന ഒരു തീം NSS യൂണിറ്റ് ഈ വർഷം തിരഞ്ഞെടുക്കുകയും അതിൽ പ്രകാരം വഴിച്ചേരി മാർക്കറ്റ് വാർഡിലെ വില്ലേജ് കൗൺസിലേഴ്സ്, അവിടുത്തെ വാർഡ് കൗൺസിലേഴ്സ് ഇവരൊക്കെയായി ചേർന്ന് ഒരു ചർച്ച നടത്തുകയും യൂണിറ്റ് ലീഡേഴ്സും ഒക്കെയായ ഒരു ചർച്ച നടത്തുകയും അവരുമായുള്ള ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് അവിടുത്തെ കുട്ടികൾക്ക് ഒരു പരിശീലനം കൊടുക്കുക, കുട്ടികളിലൂടെ മാതാപിതാക്കളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. NSSൻ്റെ 7 ദിന ക്യാമ്പിലുടനീളം
കുട്ടികൾക്കായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള കൈത്തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ അടുക്കളത്തോട്ട നിർമ്മാണത്തിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, വാന നിരീക്ഷണത്തിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നൈപുണികമായ കഴിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, കുട്ടികൾക്ക് പാട്ട്, ഡാൻസ് അതുപോലുള്ള കലാപരിപാടികൾ പരിശീലിപ്പിക്കുക തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ചിരുന്നു. പഠനത്തിനുപരി ഒരുപാട് കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പഠനശാഖയാണ് ഞങ്ങളുടെ ഹോം സയൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് അംഗൻവാടികളിലാണ്. 2 ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ അംഗൻവാടികൾ വിസിറ്റ് ചെയ്യുകയും ഹെൽത്ത് ടിപ്സ് വഴി, ട്രെയിനിങ് എയ്ഡ്സ് വഴി ഹെൽത്ത് ടിപ്സും അതുപോലെ തന്നെ ന്യൂട്രീഷൻ കോഴ്സുകളും ചെറിയ ചെറിയ കഥകളിലൂടെയും കവിതകളിലൂടെയും കളികളിലൂടെയും ഞങ്ങൾ അവർക്ക് പങ്കുവെക്കാറുണ്ട്. കൂടാതെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളും മറ്റും നടത്തുന്നതും ഞങ്ങൾ അംഗൻവാടികളെ കേന്ദ്രീകരിച്ചാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സ്ത്രീകൾക്കായി ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്സ്, അനീമിയ പോലുള്ള രോഗനിർണയങ്ങളും അതിനോടൊപ്പം തന്നെ സൗജന്യ മെഡിസിനുകളും ഞങ്ങൾ അവർക്ക് നൽകാറുണ്ട്. ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല അതോടൊപ്പം എക്സ്റ്റൻഷനും റിസർച്ചും കൺസൾട്ടൻസി സർവീസസും നടത്തുന്നതിലും ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഞങ്ങൾ സമൂഹത്തിലെ സ്ത്രീകൾക്കായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസോടെ നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. വർഷാവർഷങ്ങളിൽ അവർക്ക് ഉപയുക്തമായ തരത്തിലുള്ള കോഴ്സുകൾ സംഘടിപ്പിക്കുകയും പത്രങ്ങളിൽ പരസ്യം നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട 30 സ്ത്രീകളെ 45 ദിവസം ട്രെയിനിങ് കൊടുത്ത് സംരംഭകത്വ പരിശീലനം കൊടുത്ത് സംരംഭകരാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി അവരെ പറഞ്ഞയക്കുകയും ചെയ്യാറുണ്ട്. ഈ വർഷം നമ്മൾ നടത്തിയത് ഫുഡ് പ്രിസർവേഷനിൽ ഒരു കോഴ്സാണ്. കഴിഞ്ഞ വർഷം ക്രിയേറ്റീവ് ആർട്ടിൽ സംരംഭകർക്കായിട്ട് സംരംഭകത്വ പരിശീലന പരിപാടി നടത്തുകയുണ്ടായി. അതിന് മുന്നിലത്തെ വർഷം ബേക്കിംഗ് ആൻഡ് കൺഫെക്ഷനറിയാണ് നടത്തിയത്. ഇത് MSME മിനിസ്ട്രിയുമായിട്ട് സഹകരണത്തോടെ നടത്തി അവർക്ക് MSME മിനിസ്ട്രിയുടെ സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. തീർച്ചയായും മുന്നോട്ടുള്ള അവരുടെ ലോൺ ഫെസിലിറ്റീസ് അവെയിൽ ചെയ്യുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡിൻ്റെ പല ട്രെയിനിങ് പ്രോഗ്രാംസും സ്ത്രീകൾക്കായിട്ടും കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്കായിട്ടും സംഘടിപ്പിക്കാറുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കുട്ടികൾക്കായിട്ട് ടൈലറിംഗ് ക്ലാസ്സുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ തരങ്ങളിലുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും അതോടൊപ്പം അധ്യാപകരും ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 60 വർഷമായി ഔസേപിതാവിൻ്റെ നാമത്തിലുള്ള ഈ കലാലയത്തിലൂടെ അനേകം വിദ്യാർത്ഥിനികൾ പഠിച്ചിറങ്ങി. അവർക്ക് ദൈവത്തെ അറിയുവാനും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഒരു പ്രകാശം കണ്ടെത്തുവാനുമുള്ള വഴിയാകാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു എന്നതിൽ ഏറെ നന്ദി തോന്നുന്നു. അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ച പ്രകാശം സമൂഹത്തിനും കുടുംബത്തിനും നൽകുവാൻ ഇവിടുത്തെ പഠന രീതിയും പാഠ്യപദ്ധതികളും സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുവഴി കൂടുതൽ പേർ പ്രകാശത്തിലേക്കും ദൈവത്തിലേക്കും നടന്നെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.